മുണ്ടിയപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ വാർഷികം നടന്നു. ആന്റോ ആന്റണി MP ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടിയപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ വാർഷികമാണ് നടന്നത്. ഇതിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ആ ശൈലി മാറ്റിയ കൂട്ടായ്മയാണ് റെസിഡൻസ് അസോസിയേഷൻ. അതുവരെ അയൽവക്കക്കാരെ അറിയാതെ, നാട്ടുകാരെ അറിയാതെ ചുറ്റും തീർത്ത മതിലുകൾക്കിടയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ വന്നതോടെ എല്ലാ പരിധികൾക്കും അപ്പുറം, ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒരു കുടുംബം പോലെ ഒരുമിച്ചിരിക്കുകയും നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയുമോ? നാട്ടിൻപുറങ്ങളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന കേസ് മുഴുവൻ തീർന്നു. ഇപ്പം അങ്ങനെയുള്ള വളരെ പരിമിതമായ കേസുകളേ ഉള്ളൂ. കാരണം ഉള്ളതൊക്കെ നാട്ടിൽ തന്നെ അങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. എന്തിനാ തർക്കം, എന്തിനാണ് അഭിപ്രായ വ്യത്യാസം, നമ്മളെല്ലാം ഒരുമിച്ച് പോകേണ്ടവരല്ലേ എന്നൊരു ചിന്ത നാടിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒന്നാണ് റെസിഡൻസ് അസോസിയേഷൻ. അതുപോലെ സുരക്ഷിതത്വം. ഞാൻ ഓർക്കുകയാണ്, ഈ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ കാലത്ത് നമ്മുടെ കൂരംപാലയിൽ അവിടെ ബ്ലാക്ക് മാൻ്റെ ശല്യമാണ്. പാതിരാത്രിയും എപ്പോഴും ബ്ലാക്ക് മാനെ കണ്ടെത്താൻ പറ്റത്തില്ല. നിരന്തരമായ ശല്യം. വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഭയത്തിന് നേടി അവസാനം അവരെന്ത് ചെയ്തു? ഇതുപോലെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായി. രാവും പകലും ചെറുപ്പക്കാർ നാട്ടിൽ ഒന്ന് കാവല് നിന്നു. ബ്ലാക്ക് മാൻ പോയ വഴി കണ്ടിട്ടില്ല. അതോടെ നാടിൻ്റെ വലിയൊരു ഐക്യമുണ്ടായത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു കൂട്ടായ്മയാണ്. പ്രസിഡന്റ് വർക്കി പി കുരുവിള അധ്യക്ഷത വഹിച്ചു. കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ മുഖ്യപ്രഭാഷണവും പച്ചക്കറി തൈ വിതരണവും നടത്തി. സുദേവൻ തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊരു വലിയ ആ ദൗത്യം, ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ട് അവരുടെ ഇല്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ആ അവസരത്തിൽ 10 മുളകാണ് നമുക്ക് അവിടെ അത്യാവശ്യമെങ്കിൽ 10 മുളക് തരാൻ തൊട്ടപ്പുറത്തെ വീട്ടയൽവക്കം, അവിടെ ക്രൈസ്തവർ കാണും, മറ്റേ ഹൈന്ദവ വിഭാഗത്തിന്റെ മറ്റാളുകൾ ഉണ്ടാവാം. അവരിലൊക്കെ ഒരു ഹൃദയബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഒരു കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധിച്ചെങ്കിൽ നമ്മൾ ഈ കാലത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, നമ്മൾ കുടുംബങ്ങളിലേക്ക് പോകാൻ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അമ്മയും അച്ഛനും ഒരു മകനോ ഒരു മകളതാണ്, എല്ലാവരും അങ്ങേയറ്റം 2 പേരെ കാണുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറുന്ന ഒരു കാലഘട്ടം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്ന തലത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന അസോസിയേഷനുകളുടെ പ്രാധാന്യം ഉണ്ടാകുന്നത്. കൃഷി ഓഫീസർ ജിനി ജേക്കബ് കൃഷിയും ജീവിതവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. റവറന്റ് EJ കോരുള്ള, ട്രഷറർ KK ജോർജ് എന്നിവർ പ്രസംഗിച്ചു.